കേരളത്തെ ആകെ കണ്ണീരണിയിച്ച വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് 2 വയസ്സ് തികയുകയാണ്. പുതുമലയിലെ ഹൃദയഭൂമിയിൽ അല്പസമയത്തിനകം തന്നെ സർവ്വമത പ്രാർത്ഥന നടക്കും. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയിലിന്റെ നേതൃത്വത്തിൽ രാവിലെ ഹൃദയഭൂമിയിൽ പുഷ്പാർച്ചന നടന്നിരുന്നു. പുതുമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇന്നിപ്പോൾ ഈ ദിവസം മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. നമ്മളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ, നടുക്കിയ ആ ദിവസത്തിന് ഇന്നിപ്പോൾ 2 വർഷം തികയുകയാണല്ലോ. ഒരു ഭാഗത്ത് പുനരധിവാസം എങ്ങും എത്തിയില്ല എന്നത് സംബന്ധിച്ചുള്ള വലിയ വിമർശനം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് നേരെയും മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരിനെതിരെയും ഒക്കെ ഉയരുന്ന ഒരു സമയം കൂടിയാണത്. സർവ്വമത പ്രാർത്ഥന എപ്പോഴാണ് നടക്കുക? അവിടെ നടക്കുന്ന മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയാണ് ഈ ദിവസം? ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലും മലയാളികളായിട്ടുള്ള ഒരാൾക്കും മറക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ കണ്ണീരായി മാറിയ ഒരു പ്രദേശമാണിത്. ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ തന്നെ അത്ര വലിയ മുറിവാണ് മലയാള നാടിൻ്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്നത്. ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയില്ല. ഇത് പുത്തുമലയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് അല്പസമയങ്ങൾക്ക് ശേഷം ഈ സർവ്വമത പ്രാർത്ഥന നടക്കുക. രാവിലെ മുതൽ തന്നെ ഉറ്റവരുടെക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ കണ്ണീർ പൂക്കൾ അർപ്പിക്കാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് കൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയിലിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇനി സർക്കാർ തലത്തിൽ മേപ്പാടി പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയാണ് ഇനി ഉള്ളത്. അത് അനുസ്മരണം, സർവ്വമത പ്രാർത്ഥന, പുഷ്പാർച്ചന എന്നിവയാണ് ഇനി നടക്കാനുള്ള ചടങ്ങുകൾ. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന മന്ത്രിമാർ 3 മന്ത്രിമാരാണ് ഈ ചടങ്ങിനായി എത്തുക. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി T സിദ്ദിഖ്, അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി അനിൽകുമാർ, K ഷാജി എന്നിവരാണ് ഇവിടേക്ക് എത്തുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അനുസ്മരണ സമ്മേളനവും അതോടൊപ്പം തന്നെ സർവ്വമത പ്രാർത്ഥനയും ഇവിടെ നടക്കും. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ ഒരു വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഈ പ്രദേശം ഒന്നാകെ കടന്നു പോകും. ഈ വയനാട് ഒന്നാകെ കടന്നു പോകുമ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇവരുടെ ജീവിതം തന്നെയാണ്. ആ ജീവിതം അത്രമേൽ ദുരിതത്തിലാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്നറിയത്തില്ല. ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധി. ഇപ്പോഴും ഒരു വീട് സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പല വാർത്തകളിലൂടെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയൊരു ദുരന്തം തന്നെയാണ് ഈ നാടിനെ ഒന്നാകെ ബാധിച്ചത്. ഉറ്റവർക്ക് ഒരു വശത്ത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അതോടൊപ്പം തന്നെ എങ്ങനെ മുന്നോട്ട് പോകും, നിത്യച്ചെലവിന് പോലും പണമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത് ഒരു വലിയ സ്വപ്നമായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ച ദുരന്തമുണ്ടായ സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ചത് 6 മാസത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കി 400 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നുള്ളൊരു വലിയ വാഗ്ദാനമായിരുന്നു ആ സമയത്ത് നൽകിയിരുന്നത്. പക്ഷേ ഇതുവരെയും കൃത്യമായ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ആ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്ക് മാത്രമാണ് എത്താക്കുന്നത്. 2ാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ ഈ 2 വർഷം കഴിഞ്ഞിട്ട് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീക്കുകയാണ്. 400-ലധികം കുടുംബങ്ങൾക്ക് വീട് നൽകേണ്ട പദ്ധതിയാണ്. പക്ഷേ ഇപ്പോഴും 200-ൽ താഴെ വീടുകൾ മാത്രമാണ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നത്. ഇനി 3ാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇവരുടെ ജീവിതം അത്രമേൽ, നമ്മൾ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും അവരുടെ ജീവിതം അത്രമേൽ ആശങ്കയോടെയാണ് അവർ തള്ളി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭൂമി ഒന്നാകെ, ഇന്ന് ജനവാസ മേഖലയായിരുന്ന ഈ ഭൂമി ഒന്നാകെ മാറിയിരിക്കുകയാണ്. ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ഒരു വലിയ ശല്യം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകുന്നു. എന്തായാലും വൈകാരികമായ മുഹൂർത്തങ്ങൾക്കാണ് വയനാട് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണീരിൽ അണിയിച്ച വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. പുതുമലയിലെ ഹൃദയഭൂമിയിൽ അല്പസമയത്തിനകം തന്നെ അവിടെ സർവ്വമത പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളും നടക്കാൻ പോകുന്നു. അരുൺ കൊടുങ്ങൂർ അവിടെ തുടരുകയാണ്. കൊടുങ്ങൂർ, നേരത്തെ ഈ പുനരധിവാസം സംബന്ധിച്ചുള്ള വിഷയമാണ് അരുൺ സൂചിപ്പിച്ചു വന്നത്. കാരണം 2 ആണ്ട് തികയുമ്പോഴും അന്ന് ഈ ദുരന്തമുണ്ടാകുന്ന സമയത്തും പിന്നീടുമൊക്കെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന പിണറായി സർക്കാരാണെങ്കിലും പ്രതിപക്ഷത്ത് അന്നുണ്ടായിരുന്ന VD സതീശിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണെങ്കിലും വലിയ വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് അന്ന് രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ MP ആയിരിക്കുന്ന സമയമാണ്. ഇന്ന് പ്രിയങ്ക വാദ്ര അവിടെ MP ആണ്. അപ്പോൾ ആ സമയത്ത് സർക്കാരും അന്നത്തെ പ്രതിപക്ഷവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും 2 വർഷമാകുമ്പോൾ യാഥാർത്ഥ്യമാകുന്നില്ല. വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു ജനതയ്ക്ക് കയറിക്കടക്കാൻ ഇടമില്ലാതെ ഇപ്പോഴും ടാർപോളിനുമൊക്കെ പുതച്ച് അതിനടിയിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പുനരധിവാസത്തെപ്പറ്റി പറയുമ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ നൽകുന്ന വിശദീകരണം, അരുൺ?
ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ പോലെ തന്നെ മന്ത്രിമാരായ ടി സിദ്ദിഖും അതോടൊപ്പം തന്നെ എ പി അനിൽകുമാറും ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പുഷ്പാർച്ചനയ്ക്ക് അപ്പുറത്തേക്ക് ഈ നാടിന് നീതി ഉണ്ടാകുക, ഇവിടുത്തെ ആളുകൾക്ക് നീതി ഉണ്ടാകുക എന്നുള്ള ഒരു വലിയ ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം 2 വർഷമായി ഇവരുടെ ജീവിതം അത്രമേൽ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് അറിയില്ല. ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു സമയമാണ്. ഈ പുനരധിവാസം എന്നുള്ളതാണ്, അതിജീവനം എന്നുള്ളതാണ്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത്. കാരണം ഇനി മുന്നോട്ട് സർക്കാരിൻ്റെ ഒരു സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് മനസ്സിൽ വലിയ മുറിവായി തന്നെ അവശേഷിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് എങ്ങനെയെങ്കിലും മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള ഒരു സർക്കാർ ഇടപെടൽ, ആ സർക്കാർ ഇടപെടൽ തന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് പോകുന്ന നിർമ്മാണമാണ് ഞാൻ ആദ്യമായി. അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഈ ചൂരൽമലയ്ക്ക് സമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഈ ചൂരൽമലയ്ക്ക് എത്താനും അവിടെ നിന്നുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോഴും ഭാഗികമായി മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പിന്നെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും പുഷ്പാർച്ചനയ്ക്ക് ശേഷം മന്ത്രിമാർ മടങ്ങുകയാണ്. ഇനി സർവ്വമത പ്രാർത്ഥന അടക്കമുള്ള ചടങ്ങുകൾ അല്പസമയങ്ങൾക്കുള്ളിൽ നടക്കും. ഗൗതം. ഓക്കെ അരുൺ, എന്തായാലും സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. വയനാട് ദുരന്തത്തിന് ഇന്നിപ്പോൾ 2 ആണ്ട് തികയുകയാണ്. ഇപ്പോഴും പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല എന്നത് സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിനിടയിൽ ശക്തമാവുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് ഹൃദയഭൂമിയിൽ നിന്നും തത്സമയം ചേർന്നത്.